നാളെ ഓഗസ്റ്റ് 3 കേരളത്തിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും മഴയുടെ ശക്തി കാരണത്താൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടറും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവധികൾ നൽകുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ വീട്ടിൽ സേഫായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വല്ല കമ്പികളോ കാര്യങ്ങളോ ഒക്കെ തട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ എന്താ പറയുക ഒരു കുത്തൊഴുക്കിലൊക്കെ പെടുകയോ ഉരുൾപൊട്ടലുകളോ വെള്ളപ്പാച്ചിലുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിച്ചേക്കാം. ഓക്കെ, ആൾക്കാർക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. കാര്യം ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരല്ല, രാഷ്ട്രീയക്കാരല്ല, കോളേജുകാരല്ല, നിങ്ങളുടെ ടീച്ചേഴ്സല്ല, പ്രകൃതിയാണ്. പ്രകൃതിയോട് ചൂഷണം ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഒക്കെ പോട്ടെ, ഒക്കെ വലിയൊരു എക്സ്റ്റേണൽ കേസസ് ആണ്. നമ്മളെ സംബന്ധിച്ച് നാളെ 10 ജില്ലകളിലും അവധിയാണ് കേട്ടോ. ഏതൊക്കെയാണ് ജില്ലകൾ എന്നറിയോ? മലപ്പുറം ജില്ല, എപ്പോഴും അവധി കിട്ടാത്തൊരു ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയിൽ പുതിയ കളക്ടർ വന്നതിന് ശേഷം അവധികൾ വരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ, വയനാട് ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ, ഇത്രയും 9ഓളം ജില്ലകളിൽ മുഴുവൻ സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ അവധിയാണ്. എന്നാൽ 10ാമത്തെ ജില്ലയായ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട് താലൂക്കിലും മാത്രമേ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും അവധിയുണ്ട്. ഇനി അവധിയില്ലാത്ത 4 ജില്ലകൾ ഏതൊക്കെയാണെന്നറിയോ? തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്. ഈ 4 ജില്ലകളിൽ ഇനി അവധി കിട്ടാൻ സാധ്യതയുണ്ടോ? സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അവധി കിട്ടിക്കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് മെസ്സേജായിട്ട് നമ്മുടെ MS സൊല്യൂഷൻസിൽ പുതിയ വീഡിയോ ആയിട്ട് അപ്പ് ചെയ്യും. ആ സമയത്ത് നിങ്ങളത് കാണാൻ വേണ്ടിയിട്ട് MS സൊല്യൂഷൻസിൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. റെഡി? സോ ബൈ.